സഹോദരനും വേറെ 2 ആൾക്കാരും കൂടെ പുറകീന്ന് അടിച്ചത് ഭർത്താവിന്റെ സഹോദരനാണ്. ഹെൽമെറ്റിന് അടിച്ച് അവളെ പുറകീന്ന് വീഴ്ത്തി. പീഡനമാണ് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവിന്റെ അമ്മ, അപ്പൻ, ഭർത്താവിന്റെ ചേട്ടൻ, അതുപോലെ നല്ല വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ജിയേഴ്സ് വിത്ത് ആശ എന്ന ചാനലിലൂടെയാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. ഞാനിപ്പോ എന്താണെങ്കിലും ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഒരു ഫാമിലി മെമ്പർ ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യില്ല. അതിനും എനിക്കും ആയിക്കോട്ടെ നിങ്ങൾക്കും ആയിക്കോട്ടെ സംഭവിക്കരുതെന്നുള്ള ഒരു കാര്യമാണ്. നട റോഡില് ഒരു പെണ്ണിന്റെ തുണി പിച്ച് ചീന്തി 2-3 വ്യക്തികളെ ചവിട്ടിക്കൂട്ടി മർദ്ദിക്കുക. അത് നമുക്ക് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം. നമുക്ക് വരുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ വിഷമവും നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ. നമ്മുടെ വീട്ടിലൊരാൾക്ക് അതേ അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ. എന്റെ അമ്മയുടെ ബ്രദറിന്റെ വൈഫാണ്. തർക്കവും അതും ഇതൊക്കെ ആയിട്ട് ആളുടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ആ വീട്ടിൽ പിടിച്ചു നിന്നിട്ടുണ്ട്. ഞങ്ങൾ ആരും പേഴ്സണൽ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല. പക്ഷെ എന്റെ സെയിം ഏജ് ആണ് ഈ പെൺകുട്ടിക്ക്. കഴിഞ്ഞ ദിവസം ആ വീട്ടില് ഒരുപാട് ഉപദ്രവങ്ങള് ആളുടെ ഭർത്താവിന്റെ മൂത്ത സഹോദരനിൽ നിന്ന്, അതായത് എൽഡർ ബ്രദറിന്റെ അടുത്തുനിന്ന് വളരെയധികം മോശമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആളുടെ ബ്രസ്റ്റിൽ പിടിക്കുക, കേറി ചെന്ന്, അതുപോലെ തുണി. കേട്ടില്ലേ, സ്വന്തം അമ്മയുടെ സഹോദരനെതിരെ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് തന്നെ ഒരു വല്ലാത്ത അവസ്ഥയാണല്ലേ. അമ്മയുടെ വീട്ടുകാർ തമ്മിൽ സ്വത്ത് തർക്കം നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് മൂത്ത സഹോദരൻ ഇളയ സഹോദരന്റെ ഭാര്യയെ കയ്യേറ്റം ചെയ്യുന്നു. എന്താലേ, സഹോദരന്റെ ഭാര്യയെ കയറിയെന്ന് തല്ലുക. എന്തൊരു ധൈര്യമാണിത്. ഇതിൽ പറയുന്ന കുട്ടിയുടെ പേര് ലിറ്റി എന്നാണ്. 3 കുട്ടികളുടെ അമ്മയാണ്. അപ്പം ഇവർക്ക് ഇത് ആദ്യമായിട്ടല്ല ഈ ഒരു മർദ്ദനം ഏൽക്കേണ്ട വന്നിട്ടുള്ളത്. ഇതിനു മുന്നേ വീടിന്റെ മുറ്റത്ത് വെച്ചിട്ടും ഈ പറയുന്ന ആള് ഈ ലിറ്റീനെ മർദ്ദിച്ചിട്ടുണ്ട്. വീട്ടിൽ കയറി മർദ്ദിക്കുന്നതും പോരാത്തതിന് പൊതുസ്ഥലത്ത് വെച്ചിട്ട് ഇതേപോലെ ക്രൂരമായിട്ട് ആ ഒരു സ്ത്രീയെ ഇങ്ങനെ മർദ്ദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവന് നല്ല പിടിപാടുണ്ടാകും. എന്ത് കേസ് വന്നിട്ടുണ്ടെങ്കിലും ഊരിപ്പോരാൻ വേണ്ടി പറ്റും എന്നൊരു ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാകുക. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു ഭർത്താവ് ഇവിടെ പോയി, ഭർത്താവ് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, എന്തിനാണ് ഒരു പ്രതികരണ ശേഷിയില്ലാത്ത ഒരു ഭർത്താവ് ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സഹോദരനും വേറെ 2 ആൾക്കാരും കൂടെ പുറകീന്ന് അടിച്ചത് ഭർത്താവിന്റെ സഹോദരനാണ്. ഹെൽമെറ്റിന് അടിച്ച് അവളെ പുറകീന്ന് വീഴ്ത്തി, അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി, അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി. ഈ കൈക്കുഞ്ഞുള്ള 3 പിള്ളേരുടെ അമ്മേനെ കൺട്രോൾ റൂമിലേക്കും വിളിച്ചു, അങ്കമാലി സ്റ്റേഷനിൽ വിളിച്ചു. അവിടെ പാർട്ടി ബേസ് ഇടപെട്ടിട്ടാണോ ഇയാൾക്ക് സപ്പോർട്ട് നിൽക്കുന്നേ ഒന്നും അറിയത്തില്ല. മണിക്കൂറുകൾ ഇത്രയായിട്ടും ഒരു പോലീസുകാരും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. അയാൾ ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ വയ്യാന്നും പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഞാൻ തല്ല് കിട്ടിയിട്ടും പോലീസിനെ അറിയിച്ചിട്ടൊന്നും പോലീസ് ആരും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. 1/2 മണിക്കൂർ നേരത്തേക്ക് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണ്, പണമുള്ളവൻ ഒരു നീതി, പണമില്ലാത്തവന് വേറൊരു നീതി. ആ ഒരു രീതി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവന് നല്ല കാശും പിടിപാടും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ 2 തവണയും ഇങ്ങനെ മർദ്ദിച്ചു. അതിനുശേഷം വീണ്ടും ഇവന് ഈ മർദ്ദിക്കാനുള്ള ഒരു ധൈര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവന് അത്യാവശ്യം പിടിപാടുള്ള ആൾ തന്നെയായിരിക്കും. തന്നെയുമല്ല, ഈ ഹോസ്പിറ്റൽ പരിസരത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു മർദ്ദനം നടന്നിട്ട് പോലീസിനെ അറിയിച്ചിട്ടും ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് പോലീസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്നത്. മർദ്ദനമേറ്റ പെൺകുട്ടിയുടെ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. പീഡനമാണ് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവിന്റെ അമ്മ, അപ്പൻ, ഭർത്താവിന്റെ ചേട്ടൻ, അതുപോലെ കെട്ടിച്ചു വിട്ട ഒരു പെങ്ങള്, ചാലക്കുടിയിലുള്ള ഒരു പെങ്ങള്, ഇവരെല്ലാരും കൂടെ എന്നെ വളരെ മാനസികമായിട്ട് 7 വർഷമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഭർത്താവിന്റെ ചേട്ടൻ എന്ന് പറയുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കൊല്ലം ഇതേ സമയം നവംബർ മാസം എനിക്ക് ഇതുപോലെ എന്നെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കുകയും എന്റെ നെഞ്ചത്ത് പിടിക്കുകയും എന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്ത് ഞാൻ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ്, എന്റെ ഡ്രസ്സ് ഫുള്ള് കീറി. എല്ലാരും കേട്ടല്ലോ, ലിറ്റി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി നേരിട്ടത് ഇങ്ങനത്തെ മർദ്ദനങ്ങളാണ്. അപ്പൊ അത് ഏതൊക്കെ രീതിയിലാണെന്ന് എനിക്ക് തന്നെ പറയാൻ വേണ്ടിയിട്ട് മടിയാകുന്നു. കാരണം നിങ്ങൾ കേട്ടല്ലോ, നമുക്കത് പറയാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇയാളുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അയാൾ ഇനിയും വരും. കാരണം ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് അപ്പുറത്ത് വേറൊരു കള്ളക്കേസ് കൊടുത്ത് അപ്പുറം പോയിട്ട് അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ശേഷം പോലീസുകാരെന്താണെന്നുണ്ടെങ്കിലും വന്ന് പേരിനൊരു FIR ആക്കിയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇയാൾ ഇവരെ ഉപദ്രവിക്കാതിരിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം 1 വർഷമായിട്ട് ഇയാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണെങ്കിലും ഇനി അയാൾ ഉപദ്രവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്.
അപ്പൊ എന്താണ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.